ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ മനുവും ശിവനും ഗംഗേട്ടനും എല്ലാം കൂടിയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കും, എന്താ നീ സ്കൂളിൽ പോകാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് തലവേദനയായതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത് എന്ന്. ബാലചന്ദ്രൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയും, അച്ഛൻ മുകളിലുണ്ട്, റൂമിലുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ പറയുക, എന്നാൽ ശരി ശിവ, നമുക്കും പോയി കണ്ടിട്ട് വരാമെന്ന്. അപ്പം മനുവിനെ വിളിക്കേണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ഗംഗേട്ടൻ പറയും, മനുവിനെ വിളിക്കേണ്ട, നമുക്ക് രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ കൃഷ്ണയും മനുവും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ മനു കൃഷ്ണയോട് ചോദിക്കും, എന്താ കൃഷ്ണ അച്ഛൻ പറഞ്ഞത്? ഓ, അച്ഛൻ അലിയന ചേച്ചിക്കുള്ള പുതിയ താമസം ഉള്ള സ്ഥലം നോക്കി വെച്ചിട്ടാണ് വന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അലിയന ചേച്ചിക്കും അറിയില്ല. അച്ഛൻ അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് തീരുമാനമായി കഴിഞ്ഞാൽ ചേച്ചി ഇവിടുന്ന് പോകുമെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ തീരുമാനിച്ച് തന്നെയാണല്ലേ അവരും അതേ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയും, അതേ മനുവേട്ട, മാക്സിമം ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ചേച്ചീനെ ഇവിടുന്ന് പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചേച്ചി എന്തായാലും പോകും തന്നെയാണ് ഉറപ്പ്. കാരണം അമ്മ ചേച്ചി കാരണമാണ് ഈ വീട് തകരുന്നതെന്നുള്ള ചിന്തയിലാണ് അലീന ചേച്ചി. അപ്പോൾ ചേച്ചി എന്തായാലും ഇവിടുന്ന് പോകാൻ തന്നെ ശ്രമിക്കുകയുള്ളൂ എന്ന് പറയണം. അച്ഛനും ഇവിടുന്ന് വിടാൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലീന മനുവിനുള്ള ചായയും അങ്കിൾമാർക്കുള്ള ചായയായിട്ട് വരുന്നത്. അപ്പം മനുവിനുള്ള ചായ അവൾ എടുത്തു കൊടുത്തതിന് ശേഷം കൃഷ്ണയോട് പറയും, നീ ഈ ചായ മുകളിൽ കൊണ്ടു കൊടുക്ക് അങ്കിൾമാർക്ക്. അങ്ങനെ കൃഷ്ണ പറയും, എന്നാൽ ശരി, ഞാൻ ചായ കൊണ്ടു കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണ ചായയുമായിട്ട് മുകളിലോട്ട് പോകും. മനുവിനുള്ള ചായ അലീന എടുത്തു കൊടുക്കും. അപ്പോൾ അലീനോട് മനു ചോദിക്കും, നീ പോകാൻ ഉറപ്പിച്ചിട്ട് തന്നെയാണല്ലേ നിൽക്കുന്നത് എന്ന്. ആ മനുവേട്ട, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ, ഞാൻ ഇവിടുന്ന് പോയാലേ ഉള്ളൂ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന്. അല്ല, നിൻ്റെ പോക്കിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും കൂടി വന്നിട്ടുള്ളത്, ഗംഗേട്ടനും വലിയച്ഛനും അച്ഛനൊക്കെ. കാരണം പണ്ട് നീ പോണ്ട എന്ന് ഞാൻ മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ, പക്ഷേ ഇന്നിപ്പോൾ നിൻ്റെ കൂടെ എല്ലാവരും നിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അവളിങ്ങനെ ചിരിക്കും. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രനായിട്ട് സംസാരിക്കുന്ന ശിവനെയും ഗംഗനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ശിവൻ ചോദിക്കും, നിങ്ങൾ സ്റ്റാൻലീനെ കണ്ടോ? ബാലചന്ദ്രൻ സ്റ്റാൻലീനെ കണ്ടോ എന്ന്. ആ, ഞാൻ കണ്ടു, ഞാൻ സംസാരിച്ചു, ഈ അലീന എന്നുള്ള മകളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ശിവൻ ചോദിക്കും, അയാളതൊക്കെ അംഗീകരിച്ചോ എന്ന്. ബാലൻ പറയും, അയാളൊരു മണ്ടനൊന്നുമല്ലല്ലോ, അയാൾ നട്ടലില്ലാത്തൊരു മനുഷ്യനുമല്ല, അയാൾ കൃത്യമായിട്ട് തന്നെ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അയാളും വൈച്ചിയും തമ്മിൽ പ്രണയത്തിലായിരുന്നതും ഒരുമിച്ച് താമസിച്ചിരുന്നതും ഗർഭിണിയായപ്പോൾ ജോലി രാജിവെപ്പിച്ച് വാടക വീട്ടിലോട്ട് മാറിയതും പിന്നെ 8-ാം മാസത്തിൽ അയാളുടെ നാട്ടിൽ പോയ സമയത്ത് നിങ്ങളെല്ലാവരും കൂടി വന്ന് അവളെ പിടിച്ചു പോയതും എല്ലാം അയാൾ പറഞ്ഞു എന്ന്. പിന്നെ അപ്പോൾ ശിവൻ ചോദിക്കും, ഞങ്ങളെ പറ്റി അയാൾ വല്ലതും പറഞ്ഞു? അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ അലീനെ അയാൾക്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അയാളുടെ കഥാപ്രസംഗം ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കഥ കേൾക്കാൻ സമയം ഇഷ്ടം പോലെ ഉണ്ട് താനും. പിന്നെ അപ്പോൾ ഗംഗൻ ചോദിക്കും, അയാൾ തയ്യാറാണോ അലീനയെ സ്വീകരിക്കാനെന്ന്. ബാലചന്ദ്രൻ അപ്പോൾ ഇങ്ങനെയാണ് മറുപടി പറയുന്നത്, അയാൾക്ക് വീടും കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അയാളെല്ലാം നോക്കണമല്ലോ. കാരണം അയാളുടെ കുടുംബം തകരുമോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ടേ അയാൾ ചെയ്യുള്ളൂ. എന്തായാലും കുറച്ച് സമയം എടുക്കും എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മനുവിനെ അലീനയാണ് കാണിക്കുന്നത്. അപ്പോൾ മനു പറയും, നീ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ, എനിക്കിപ്പോൾ നീ എന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് പോലെയാണ് അലീന ഫീൽ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അലീന പറയും, മനുവേട്ടൻ അങ്ങനെ തോന്നേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെന്നേ ഉള്ളൂ, അല്ലാണ്ട് മനുവേട്ടൻ എപ്പോഴും എന്നെ വിളിക്കാമല്ലോ, അല്ലെങ്കിൽ കാണാൻ വരാം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കാണാൻ വരാം, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം. അപ്പം മനു പറയും, അങ്ങനെയല്ല, എനിക്ക് നീ എന്നിൽ നിന്ന് വല്ലാണ്ട് അകന്ന് പോകുന്നത് പോലെ തോന്നുന്നു അലീന എന്ന്. അപ്പോൾ അലീന പറയും, അങ്ങനെയൊന്നും തോന്നേണ്ട മനുവേട്ടൻ, ഞാൻ പോകുന്നേ ഉള്ളൂ, അല്ലാണ്ട് എൻ്റെ മനസ്സ് മനുവേട്ടൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ മനു പറയും, അങ്ങനെ ഞാൻ തൽക്കാലം ആശ്വസിക്കാം, മുൻപ് ഞാൻ മാത്രമേ നീ പോകുമ്പോൾ തടയാനുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ പിന്നെ എല്ലാവരും തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണല്ലോ പോകണമെന്ന് വിചാരിച്ചിട്ട് എന്ന്. അപ്പോൾ അലീന പറയും, ആ തീരുമാനം ഇനി മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോഴും നമ്മുടെ ബാലചന്ദ്രനും അവരെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ പറയും, ഞങ്ങൾ അവൾക്കൊരു 2 BHK
ഫ്ലാറ്റ് എറണാകുളത്ത് വാങ്ങിച്ചു കൊടുക്കാം, ഒരു 25 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിലിട്ട് കൊടുക്കാം, അതൊക്കെ പോരെ. പിന്നെ അവൾക്ക് നല്ലൊരു കല്യാണാലോചന വരുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കാം. അല്ലാണ്ട് ഈ സ്റ്റാൻലീനെ കൊണ്ട് കയ്യിൽ തന്നെ അവളെ ഏൽപ്പിക്കണം നിർബന്ധമൊന്നും വേണ്ടല്ലോ. അതെങ്ങാനും ഇനി വൈജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ എന്ന്. ബാലചന്ദ്രൻ പറയും, എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ട, വേറൊരു ഓപ്ഷൻ ഉള്ളത് ഞാനൊരു കുടുംബയോഗം വിളിച്ചു ചേർത്തിട്ട് എല്ലാവരുടെയും മുന്നിൽ സത്യം പറയാം. അപ്പോൾ പിന്നെ എന്താണ് അവിടുത്തെ വരായികൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലചന്ദ്രനെ കടുംപിടുത്തം പിടിക്കുകയാണ്. അങ്ങനെ അവരവസാനം തോറ്റിട്ട് ബാലചന്ദ്രനോട് സുല്ല് വിളിച്ചിട്ട് അവർ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് മോളിൽ നിന്ന്. അപ്പോൾ ഇതേ സമയം നമ്മുടെ മനുവും അലീനയും സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ മനു ചോദിക്കും, എന്തായി അങ്കളിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എന്ന്. ഓ, അതൊന്നും നടന്നില്ലടോ, ഞങ്ങൾ തോറ്റുപോയി. പക്ഷെ ഞങ്ങൾ തോറ്റ് പിന്മാറുന്നൊന്നുമില്ല, പട്ടാളക്കാർക്ക് തോൽവി എന്നുള്ളൊരു വാക്കില്ല, അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അങ്കിള് ചോദിക്കും, മോള് പൂവ് തന്നെയാണല്ലേ, മോളെ പോക്കിൽ ഒന്നും ചെയ്യാനില്ല എന്ന് ഞങ്ങൾക്കറിയാം, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ബാലചന്ദ്രനോ അല്ലെങ്കിൽ വൈജയ്ക്കോ മാത്രമേ ഉള്ളൂ. പക്ഷേ വൈജയാണെച്ചെങ്കിൽ പിടിച്ചപെടി ആൾ നിൽക്കുകയാണ് വാശി പിടിച്ചിട്ട് എന്ന്. ശിവൻ പറയും, ഞാൻ അവളെ മാക്സിമം അനുനയിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി മോളെ, പക്ഷേ അതൊന്നും നടക്കുന്നില്ല, അവളിപ്പോഴും ആ വാശിയിൽ തന്നെയാണ് എന്ന് ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് എന്ന് ശിവന് മറുപടി പറയാണ്. അപ്പോൾ അലീന പറയും, എനിക്കറിയാം മകളെ, എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇനിയും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലി ആണെച്ചെങ്കിൽ ആൽബമൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് വൈജയുടെയും സ്റ്റാൻലിയുടെയും പ്രണയകാലത്തുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അയാൾക്ക് വളരെ വിഷമം വരും. അയാളിപ്പോഴും ജീവിതത്തിൽ തനിച്ച് തന്നെയാണല്ലോ, അയാൾ സിൻസിയറായി സ്നേഹിച്ചിരുന്ന ഒരാളാണല്ലോ വൈജ. അപ്പോൾ അതൊക്കെ ഓർത്ത് സ്റ്റാൻലി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ ഈ അലീനയുടെ ഈ ഒരു ഇഷ്യൂവിന് ഒരു സൊല്യൂഷനും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അയാളിങ്ങനെ ഇരിക്കും. പിന്നെ അയാൾക്ക് തോന്നുന്നു അയാളുടെ അപ്പനെ വിളിച്ച് വിവരം പറഞ്ഞാലോ. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടിച്ചായൻ അയാളെ സ്റ്റാൻലി. അപ്പോൾ ചോദിക്കും, അപ്പൻ തിരക്കിലാണോ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന്. അപ്പോൾ അപ്പം പറയും, ഞാനിന്നലെ റോബിച്ചൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ഒരു കുപ്പി കൊടുത്തിരുന്നു, അതൊക്കെ നടിച്ച് തീർത്തിരിക്കുകയാണ്. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ല, പ്രശ്നമൊന്നുമില്ല, ഞാൻ അപ്പനെ ഒന്ന് കാണേണ്ട ഒരു ആവശ്യമുണ്ട്, അപ്പനൊന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന്. അപ്പം പറയും, അതിനെന്താ, ഞാൻ വരാമല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം. ഞാൻ അത്ര വന്നാൽ മതിയോ അതോ ബാക്കിയുള്ളവന്മാരെയും കൂട്ടണോ എന്ന് ചോദിക്കും. അത് വേണ്ട, അപ്പൻ തനിച്ച് വന്നാൽ മതി, എനിക്ക് അപ്പനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അപ്പൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരുമോ എന്ന് ചോദിക്കണം. അപ്പം അപ്പം പറയും, ഞാൻ ഗോകർണം വരെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്ത് നോക്കും, നീ അതൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട, 1 മണിക്കൂർ മാക്സിമം 1 മണിക്കൂർ അതിനുള്ളിൽ ഞാൻ എത്തും എന്ന് പറയുകയാണ്. എന്നാൽ ശരി അപ്പൻ വായോ എന്ന് പറയും. ഇതേ സമയം നമ്മുടെ സ്റ്റാൻലിയുടെ ജോലിക്കാർ പറയുന്നുണ്ട്, ആ പാലാക്കാരൻ വന്നു പോയതിന് ശേഷം സാറിന് എന്തോ വളരെ വലിയ ടെൻഷൻ ഉണ്ട്, സാറ് ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും സംസാരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നുമില്ല, ആകെ ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, മറ്റത് മദ്യപിക്കാറുണ്ടെങ്കിൽ കൂടി ഇത്ര ദേഷ്യം കാണാറില്ല, ഇത് എന്ത് പറ്റിയാണ് അവസാനം, ആ പാലാക്കാരൻ എന്തോ ഒരു ബോംബ് കൊടുത്തിട്ട് പൊട്ടിച്ചിട്ടാണ് പോയത് എന്ന് പറയണം. ആ പാലാക്കാരൻ്റെ കൂടെ വന്ന ആൾക്കും അറിയില്ല ഇവരെന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അതങ്ങനെ ഒരു കിഴങ്ങൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജോലിക്കാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി കൂടുതൽ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ നേരത്തെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക.